ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനമായി പരമകാരുണികനായ റഹ്മാനായ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അല്ലാഹുവിൻ്റെ സംസാരമായ കലാമാണ് വിശുദ്ധ ഖുർആൻ. അത് എന്നവതരിച്ചു ലോകത്തെ ഈ ഭൂമുഖത്ത് ഏറ്റവും വിശിഷ്ടനായ വ്യക്തിക്ക് ഏറ്റവും വിശിഷ്ടമായ മക്കയിൽ വെച്ച്, ഭൂമികളിൽ വെച്ച് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ നാടായ മക്കയിൽ, മനുഷ്യരിൽ വെച്ച് ഏറ്റവും വിശിഷ്ടനായ വ്യക്തിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്കുകളിൽ ഏറ്റവും മുക്കറമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ സമയത്തിലെ ഏറ്റവും നല്ല സമയമായ റമദാനിലെ ഏറ്റവും നല്ല നിമിഷമായ ലൈലത്തുൽ ഖദ്റിൽ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചു എന്നത് അറിയാത്ത ഒരു മുസ്ലിമും ഉണ്ടായിരിക്കുകയില്ല. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. നമ്മൾ സ്ഥിരമായി കേട്ടുവരുന്ന ഒരു സൂറത്താണ്. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. സൂറത്തു ദുഖാനിൻ്റെ തുടക്കമാണ്. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹീതമായ രാത്രി. ആ രാത്രിയിലാണ് ഖുർആൻ, നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ആ രാത്രി ഏതാണ് അല്ലേ? ഒരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം അത് ലൈലത്തുൽ ഖദ്റാണ്, അത് റമദാനിലെ രാത്രിയാണ് എന്നത്. എന്നാൽ ഷഅബാനിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ, ഷഅബാനിൻ്റെ പകുതി രാവിന് പകുതിയാകുമ്പോൾ ആ രാത്തിന് ബറാത്ത് രാവ് എന്ന രാവുണ്ട്. ആ രാവിലാണ് ഖുർആൻ അവതരിച്ചത് എന്ന് പറയാൻ വേണ്ടി സൂറത്തു ദുഖാനിനെ എന്തിനാണ് സഹോദരങ്ങളെ ഇവിടെ ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കുന്നത്? ലൈലത്തുൽ മുബാറകത്തിൻ എന്ന് പറഞ്ഞ സൂറത്തു ദുഖാനിലെ രാത്രി, അത് വിശുദ്ധ ഖുർആൻ അവതരിച്ച റമദാനിലെ രാത്രിയാണ്. അത് റമദാൻ മാസമാണ്. അത് ഷഅബാനിൻ്റെ ബറാത്ത് രാവല്ല. ഷെയ്ഖ് ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയാണ്, തഫ്സീർ ഇബ്നു കസീറിൽ വമൻ ഖാല ഇന്നഹാ ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, ആ രാത്രി സൂറത്തു ദുഖാനിലെ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന് പറഞ്ഞ രാത്രി, അത് ഷഅബാനിൻ്റെ പകുതിയാണ്, പകുതിയിലെ രാവാണെന്ന് പറയുന്നവർ ഫഖദ് അബ്അദൻ നജ്അത, അവർ സത്യത്തിൽ നിന്ന്, യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർ അതിവിദൂരത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫഇന്ന നസ്സൽ ഖുർആനി അന്നഹാ റമളാൻ, ഖുർആനിൻ്റെ നസ്സ് പഠിപ്പിക്കുന്നത് അത് റമളാനാണ് എന്നതാണ്. അതുകൊണ്ട് ഷഅബാനിൻ്റെ 15-ാം രാവ് ബറാത്ത് രാവ്, ബറാഅത്ത് രാവ് എന്ന് പറയുന്ന ഈ രാവിന് പ്രത്യേകതയുണ്ട് എന്ന് കാണിക്കാൻ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല. അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലയത്വലിഉ ഫീ ലൈലത്തി നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിനിൻ. നിശ്ചയമായും ശഅബാൻ പകുതിയുടെ രാവിൽ നോക്കുകയും അല്ലാഹു
ശഅബാൻ പകുതിയുടെ രാവിലെ എന്ത് ചെയ്യും? എത്തി നോക്കുമെന്നാണ്. എന്നിട്ട് അല്ലാഹുവിൽ പങ്കുചേർത്തവനും വിദ്വേഷയും പകയും വെച്ച് പുലർത്തുന്നവന് ഒഴികെയുള്ള എല്ലാവർക്കും, മുഴുവൻ സൃഷ്ടികൾക്കും, ശിർക്ക് ചെയ്യാത്ത, മറ്റു സൃഷ്ടികളോട് പക വെച്ച് പുലർത്താത്ത മുഴുവൻ സൃഷ്ടികൾക്കും അല്ലാഹു എന്ത് ചെയ്യും? അവൻ പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് അതിന് പ്രത്യേകതയുണ്ട് അല്ലേ? ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ഷെയ്ഖ് അൽബാനി അത് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ബറാഅത്ത് രാവിന്, ശഅബാനിൻ്റെ പകുതിയിലെ രാവിന് ചില പ്രത്യേകതകളുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചേടത്ത് നിൽക്കണം. അതിന് സൂറത്തു ദുഖാനിൻ്റെ ആയത്ത് ദുർവ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അത് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട റമളാനിലെ രാത്രിയെക്കുറിച്ച് പറയുന്ന ആയത്ത്. അത് ശഅബാനിൻ്റെ രാത്രിയാണ്, അത് ബറാഅത്ത് രാവാണ്. അതുകൊണ്ട് അന്ന് ചില ആരാധനകൾ ചെയ്യുന്ന അല്ലേ, നമ്മളെ ചില ആളുകളൊക്കെ 3 തവണ യാസീൻ ഓതുകയാണ് അല്ലേ, റഗായിബ് നമസ്കാരം നിസ്കരിക്കുകയാണ്, 1000 നിസ്കാരങ്ങൾ നിസ്കരിക്കുകയാണ്, യാസീൻ ഓതുകയാണ്, നോമ്പ് നോൽക്കുകയാണ്. സഹോദരങ്ങളെ, എന്ത് തെളിവാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഹജ്ജത്തുൽ വിദാഇൽ അവതരിച്ച അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മതത്തെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ച് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളെയും തൊട്ട് നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മതത്തിലേക്ക് ഇനി ഒന്നും ചേർക്കാനില്ല. ഈ മതം പൂർത്തിയാക്കപ്പെട്ടതാണ്. ഈ മതം എന്നത് സമാവിയാണ്. ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിൻ്റെ വഹി അനുസരിച്ച് വിശുദ്ധ ഖുർആനാകുന്ന സഹീഹായ ഹദീസാകുന്ന വഹിയിലൂടെ പൂർത്തിയാക്കപ്പെട്ടതാണ്. അതിലേക്കൊന്ന് ചേർക്കാനോ ഒന്ന് കുറക്കാനോ അല്ലാഹു ആർക്കും അനുമതി നൽകിയിട്ടില്ല അല്ലേ? ക്രിസ്തുമത വിശ്വാസികൾ അവരുടെ മതത്തിലേക്ക് ചേർക്കാനും കുറക്കാനും പോപ്പിന് അധികാരമുണ്ട്. ദൈവത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് മാർപ്പാപ്പ എന്ന് നിശ്ചയിച്ചതുപോലെ ഇസ്ലാം ഇവിടെ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല. ഈ മതം പൂർത്തിയാക്കപ്പെട്ടതാണ്. അതിലേക്ക് എന്തെങ്കിലും ഒന്ന് ചേർക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുറക്കാനോ ആർക്കും അനുവാദമില്ല. അതുകൊണ്ട് ഈ രാവിന്, ശഅബാനിൻ്റെ പകുതിയിലെ രാവിന് അന്നെന്തേക തരത്തിലുള്ള നമസ്കാരമോ എന്തെങ്കിലും യാസീൻ ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. സഹാബികൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. താബികൾ പോലും അങ്ങനെ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിന് പ്രത്യേകതയുണ്ട്. ആ രാവിന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന അൽബാനി സഹീഹാണെന്ന് പറഞ്ഞ ഹദീസ് അനുസരിച്ച് ആ രാവിന് പ്രത്യേകതയുണ്ട്. ആ രാവിൽ അല്ലാഹു എത്തി നോക്കുമെന്നാണ്. ശിർക്ക് ചെയ്യാത്ത, സൃഷ്ടികളോട് പകവെച്ച് പുലർത്താത്ത ആളുകൾക്ക് മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് രാത്രി സാധാരണ നമസ്കരിക്കുന്ന അന്നൊരു പ്രത്യേക ഇബാദത്ത് അധികരിപ്പിച്ചതായിട്ട് സഹാബത്തോ പ്രവാചകരോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അന്ന് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം, തഹജ്ജുദ്, അതൊക്കെ ഒന്നുകൂടി നമ്മൾ ഭംഗിയാക്കി, നമ്മൾ ഒന്നുകൂടി തഖ്വയോടുകൂടി നമസ്കരിക്കാൻ, കൂടുതൽ പ്രാർത്ഥിക്കാൻ, ആ അല്ലാഹു നോക്കുന്ന സന്ദർഭത്തിൽ പുറത്തു കിട്ടണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനും പുറത്തു തരാനുമാണ്. തൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ശിർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കാനും, താൻ തൻ്റെ സഹോദരങ്ങളോട്, അയൽവാസികളോട് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ, സഹോദരങ്ങളെ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ, എന്തെങ്കിലും കല്യാണത്തിന് വിളിക്കാത്തതിൻ്റെ പേരിൽ, സൽക്കാരത്തിന് വിളിക്കാത്തതിൻ്റെ പേരിൽ, നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും സ്വന്തം സഹോദരങ്ങളോട് തെറ്റി നിൽക്കുന്നവർ, അത് വലിയ ഗൗരവമുള്ളതാണ്. അല്ലേ? സ്വന്തം സഹോദരങ്ങളോട് അല്ലെങ്കിൽ സഹസൃഷ്ടികളോട് പകവെച്ച് പുലർത്തുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല എന്നാണ്. അപ്പം അതുകൊണ്ട് അല്ലാഹു പുറത്തു കിട്ടാൻ വേണ്ടി ശിർക്ക് ചെയ്യാത്തവനാണോ, എൻ്റെ ജീവിതത്തിൽ ശിർക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അല്ലേ? ഞാൻ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിച്ചുകൊണ്ട്, സഹോദരങ്ങളെ, നമ്മളെടുത്താണ്, അവൻ്റെ അടുത്താണ് മിസ്റ്റേക്ക് എങ്കിലും അതൊക്കെ
വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട്, അതൊക്കെ പുറത്തു കൊടുത്തുകൊണ്ട് ആ ഷഅബാനിൽ പകുതിയിൽ അള്ളാഹു നോക്കുന്ന സന്ദർഭത്തിൽ ആ അള്ളാഹു പുറത്തു കൊടുക്കാൻ, പുറത്തു കിട്ടപ്പെടാൻ കാരണമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടോ, അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കലാണ് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അതല്ലാതെ അല്ലാഹുവോ റസൂലോ ആരും പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള യാസീനോത്തുകളും അതേപോലെ 1000 റക്അത്ത് നമസ്കാരങ്ങളുമെല്ലാം അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ചില ആളുകൾ നോമ്പ് നോൽക്കുകയാണ് അല്ലേ. സമസ്തയിലെ മുന്നത്തെ പണ്ഡിതന്മാർ വരെ, സമസ്തയിലെ മുതിർന്ന പണ്ഡിതന്മാർ വരെ അവരുടെ ഫത്തുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഷഅബാനിൻ്റെ ബറാത്ത് നോവിന് ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ്, അതിൽ തെളിവില്ല എന്നാണ്. ഒരു ഹദീസ് പോലും, ഒരു കള്ള ഹദീസ് പോലും പറയാൻ പറ്റൂല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതൊക്കെ ഗൗരവമായി, മതം എന്നത് അള്ളാഹു ആകാശലോകത്തിന് ഇന്നിറക്കിയ സമാവിയായതാണ്, ആകാശലോകത്തിന് ഇന്നിറക്കിയതാണ്. അത് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ മതത്തിൽ അനുവാദമില്ല എന്ന് മാത്രമല്ല, അത് വളരെ ഗൗരവപരമായ കുറ്റമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ ഫഹുവ റദ്ദുൻ. നമ്മൾ കാണാതെ പഠിക്കണം, നമ്മൾ മനസ്സിൽ കൊത്തിവെക്കണം സഹോദരങ്ങളെ. മൻ അഹ്ദസ ഫീ അംരിനാ, ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്തത് ഈ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അത് ഏത് ഖാജ ഉണ്ടാക്കിയാലും, ഏത് ഇമാം ഉണ്ടാക്കിയാലും സഹോദരങ്ങളെ, അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു കാര്യം, അള്ളാഹു ഖുർആനിൽ പറയാത്ത ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ 23 വർഷത്തെ ജീവിതത്തിൽ സമ്മതം കൊടുക്കാത്ത, പറയാത്ത, നിർദ്ദേശിക്കാത്ത, ആരെങ്കിലും ചെയ്തതിന് അനുവാദം കൊടുക്കാത്ത ഒരു കാര്യം മതത്തിൽ പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഈ ദീനിൻ്റെ അസ്ല്, ഈ മതത്തിൻ്റെ അസ്ല് അതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ തെറ്റാൻ പാടില്ല. അത് തെറ്റ് വലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ എന്നാണ്. ആരെങ്കിലും മതത്തിൽ ഒരു പുത്തനാചാരം ഉണ്ടാക്കിയവന്, അവന് അഭയം നൽകിയവനെ പോലും, ഉണ്ടാക്കണോൻ്റെ കാര്യം എത്ര ഗൗരവമാണ് വെച്ചെങ്കിൽ, അത് അഭയം നൽകിയവന് പോലും അവനെപ്പോലും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് മതം എന്നത് സീരിയസ് ആണ്. അത് തോന്നിയ പോലെ ചെയ്യാൻ അനുവാദമില്ല, തോന്നിയ പോലെ കാണിക്കാൻ അനുവാദമില്ല. അത് കൃത്യമായ നിർദ്ദേശമുണ്ട്. ഇസ്ലാമിൽ മുആമലാത്തുകളുമുണ്ട്, ഇബാദത്തുകളുമുണ്ട്. പ്രത്യേകം മനസ്സിലാക്കുക, ഇത് മതത്തിൻ്റെ അസ്ലാണ്. അതായത് മുആമലാത്തുകൾ എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ അല്ലേ. അത് സാധാരണ കാര്യങ്ങൾ. ഇപ്പോൾ ഏത് വസ്ത്രം ധരിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, എനിക്ക് ഈ പച്ചക്കുപ്പായ ഇടാൻ പറ്റുമോ, നീല പാൻറ് ഇടാൻ പറ്റുമോ, പാൻറ് ഇടാൻ പറ്റുമോ, തുണി എടുക്കാൻ പറ്റുമോ, ഇവിടെ ബർമൂഡ ഇടാൻ പറ്റുമോ, ഇതൊക്കെ സാധാരണ നിത്യജീവിതത്തിലെ കാര്യങ്ങളാണ്. അതിലൊക്കെ വിരോധങ്ങളാണ് ഉണ്ടാകുക. എന്തിടാൻ പറ്റും എന്നല്ല പഠിപ്പിക്കുക, എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുക. ഇന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല, കുങ്കുമം ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, ഔറത്ത് മറയാൻ പാടില്ല, ഇറുകിയത് ഇടാൻ പാടില്ല, ശരീരത്തിൻ്റെ നിമ്നോന്നതകൾ പ്രദർശിപ്പിക്കുന്ന ഇറുകിയ വസ്ത്രം പാടില്ല അല്ലേ, മറ്റു മതവസ്ഥരുടെ ഡ്രസ്സ് ഇടാൻ പാടില്ല അല്ലേ, ശബരിമല സീസണിൽ കറുത്ത തുണി എടുത്ത് നടക്കാൻ പാടില്ല, കുങ്കുമത്തിൻ്റെ കാവിത്തുണി എടുത്ത് നടക്കാൻ പാടില്ല. അത് അല്ലാഹുവിൻ്റെ റസൂല് വിരോധിച്ചതാണ്. അന്യമനസ്ഥരുടെ ആചാരങ്ങൾ, അങ്ങനത്തെ ഡ്രസ്സ്, അവരുടേതായ അറിയപ്പെടുന്ന ഡ്രസ്സുകൾ ഇടാൻ പാടില്ല. സന്യാസിമാരെ കാവിത്തുണി അതെടുക്കാൻ പാടില്ല, അത് വിരോധമുള്ള കാര്യം. ബാക്കി ഏത് കളറുള്ള തുണി എടുക്കാം, ഏത് കളറുള്ള തുണി, അതിങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. അതാണ് മുആമലാത്തുകളുടെ വിഷയത്തിൽ വിരോധങ്ങളാണ് ഉണ്ടാകുക. എന്താണ് ചെയ്യേണ്ടത് എന്നല്ല പറയാം, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് പഠിപ്പിക്കാം. എന്നാൽ ഇബാദത്തിൻ്റെ വിഷയത്തിൽ, ആരാധനകളുടെ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പഠിപ്പിക്കാം. അങ്ങനെ നബി ചെയ്യരുത് എന്ന് പറഞ്ഞോ അല്ലേ. ബറാത്ത് 15 നോമ്പ് നോൽക്കണ്ടെന്ന് നബി പറഞ്ഞിട്ടില്ലല്ലോ. നോൽബല്ലേ, നല്ലതല്ലേ, പറ്റൂല സഹോദരങ്ങളെ. ഇബാദത്തിന്റെ വിഷയത്തിൽ പഠിപ്പിച്ചതേ ചെയ്യാൻ പാടുള്ളൂ. പഠിപ്പിക്കാത്തത് നബി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല, നബി അങ്ങനെ പറയില്ല. ഇബാദത്തിൽ സുബഹിന്റെ മുമ്പ് 2 റക്അത്താണ് സുന്നത്ത്, അതാണ് നബി പഠിപ്പിച്ചത്. 4 നിസ്കരിച്ചാൽ എന്താ കുഴപ്പം? 4 നിസ്കരിച്ചരുത് നബി പറഞ്ഞിട്ടില്ലല്ലോ. ചോദിക്കരുത്. ഇബാദത്തിന്റെ വിഷയത്തിൽ എന്താണോ കൽപ്പിച്ചത് അതേ ചെയ്യാൻ പാടുള്ളൂ. മുആമലാത്ത് അങ്ങനല്ല, മുആമലാത്ത് വിരോധിച്ചതാണ് നോക്കേണ്ടത് അല്ലേ. ഇഷ്ടമുള്ളത് നിങ്ങൾ ഭക്ഷിച്ചോളി, കുലു വശ്റബു വലാ തുസ്രിഫു. പക്ഷെ ചില കാര്യങ്ങൾ ഇന്നമാ ഹറമ അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹു ഹറാമാക്കിയത് ഏത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ശവം, രക്തം, പന്നിമാംസം, അങ്ങനെ എണ്ണിയാണ് പറഞ്ഞുതരും. ഇത് മാത്രമാണ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഹലാലാണെന്ന് അതിൻ്റെ അർത്ഥം.
അപ്പോൾ അങ്ങനെയാണ് മുആമലാത്തിൻ്റെ വിഷയത്തിൽ വിരോധിച്ച കാര്യങ്ങളാണ് പഠിപ്പിക്കുക, ബാക്കിയൊക്കെ അനുവദനീയമാണ്. ഇബാദത്തിൻ്റെ വിഷയത്തിൽ ചെയ്യേണ്ടതാണ് പഠിപ്പിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നല്ലതല്ലേ, യാസീനല്ലേ, ഖുർആനല്ലേ, 3 ഓതിയാ എന്താ കുഴപ്പം? നോമ്പല്ലേ, എന്താ ഇപ്പോൾ ഷഅബാൻ 15 നോമ്പ് വെച്ചാൽ എന്താ കുഴപ്പം? ആ ചോദ്യം പാടില്ല. അത് മതത്തിൻ്റെ അസലറിയാത്തതിൻ്റെ ചോദ്യമാണ്. മതം പഠിക്കണം. മതം സമാവിയാണ്, ആകാശലോകത്ത് നിന്ന് അല്ലാഹു ഇറക്കിയതാണ്. തോന്നിയ മാതിരി ചെയ്യാൻ മതത്തിൽ അനുവാദമില്ല. കാരണം അത് കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെടും. നിങ്ങൾ ഒരു പ്രവാചകനെ ഒരു CD ഇറക്കിയേക്കല്ല, 23 വർഷം അവരിൽപ്പെട്ട ഒരു മനുഷ്യനെ അല്ലാഹു പ്രവാചകനായി നിയോഗിക്കുകയും ആ മനുഷ്യൻ അവർക്കിടയിൽ 23 വർഷം ജീവിച്ച് കാണിച്ചെടുത്താണ് ഈ മതം സമ്പൂർണ്ണമാണ് അല്ലേ. അതിനൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല, അതിനൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇത് ലോകാവസാനം വരെ നിലനിൽക്കും അല്ലേ. മുൻഗാമികൾ എന്തുകൊണ്ടാണോ മാറിയത്, അതുകൊണ്ട് മാത്രമേ പിൻഗാമികൾക്കും മാറാൻ പറ്റുള്ളൂ. അതിലിഞ്ഞ് 1400 വർഷമായി എന്നതുകൊണ്ട് അത് കാലഹരണപ്പെടില്ല. അത് നിത്യപ്രസക്തമാണ്. അത് അവതരിപ്പിച്ചത്, ഈ കാലത്തെ സൃഷ്ടിച്ച, ഈ മനുഷ്യനെ സംവിധാനിച്ച, മനുഷ്യൻ്റെ മനസ്സുകളെ സംവിധാനിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഈ മതനിയമങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അത് ഭേദഗതി വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല, മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതിലേക്കൊന്നും നിങ്ങളെ വകയായിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല, നിങ്ങളെ വകയ്ക്കൊന്നും കുറക്കേണ്ട ആവശ്യമില്ല. അത് സമ്പൂർണ്ണമാണെന്ന് മനസ്സിലാക്കി അത് എന്താണോ എന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്, അത് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അത് മനസ്സിലാക്കാനും പഠിക്കാനും അത് എങ്ങനെ പ്രയോഗവൽക്കരിക്കുക എന്നതാണ്, അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുക, അത് പ്രബോധനം ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മതനിയമങ്ങളെ അതിൻ്റെ മൂല്യങ്ങളോടുകൂടി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഷഅബാൻ 15 ഖുർആൻ ഇറങ്ങിയ രാവാണ് എന്നും അതിൻ്റെ പേരിലുള്ള നോമ്പ്, ഓത്ത്, നമസ്കാരങ്ങൾ തുടങ്ങിയ അനാചാരങ്ങളെല്ലാം മതത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ് എന്നും ആകെയുള്ള അടിസ്ഥാനം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾ പറഞ്ഞ ഷഅബാൻ 15 രാവിന് അല്ലാഹു എത്തി നോക്കും, ശിർക്ക് ചെയ്യാത്ത, സഹോദരങ്ങളോട് പകവെക്കാത്ത ആളുകൾക്ക് മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മാത്രമാണ് ഷഅബാൻ 15 വിഷയത്തിൽ മതനിയമമായി അവതരിച്ചിട്ടുള്ളത്. അന്നെന്തെങ്കിലും ഒരു പ്രത്യേകത്തിൽ നമസ്കാരോ ഓത്തോ നബിയോ സഹാബത്തോ ചെയ്തതായിട്ട് എവിടെയും കാണാൻ സാധ്യമല്ല എന്നതുകൊണ്ട് ആ കാര്യത്തെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുകയും നമ്മളെ സഹോദരങ്ങളായ ആളുകൾ ഈ വിഷയത്തിൽ അതിര് കവിഞ്ഞ് പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്നേഹപൂർവം നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഉപദേശിക്കുമ്പോൾ എന്താ അറിയോ, ഒരു സ്നേഹം വേണം. നല്ല ബിരിയാണി, മന്തിയൊക്കെ വെച്ച് നമ്മൾ പെരയിലെല്ലാവരും സൽക്കാരത്തിന് ഒക്കെ റെഡിയാക്കിയിട്ട് എല്ലാവരും വന്ന് നമ്മളതിൽ കൂട്ടക്കാരും കുടുംബക്കാരും ഒക്കെ പെടും. നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കിയാണ്, മന്തിയും കജ്ജും കാലും പീങ്ങിയതും പുഴുങ്ങിയതും പല ജാതി, എന്നിട്ടൊക്കെ എടുത്തിട്ട് എന്നാൽ എല്ലാവരും പോയാണ് നക്കിക്കോളി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്നാൽ മാണ്ടിയോലൊക്കെ പോയാണ് നക്കിക്കോളിയടാന്ന് പറഞ്ഞാലേ എന്തായി കാരം കോലം, അന്നെ മന്തിയൊക്കെ അവിടെ കിടക്കും. കാരണം അങ്ങനെ തിന്നാൻ കിട്ടാത്ത പോലും നല്ല തിന്നാൻ വന്നില്ല. അപ്പോൾ ആൾക്കാരെ മാനും അഭിമാനമൊക്കെ ഉണ്ട്. കാര്യങ്ങൾ പറയുമ്പം വല്യമ്മയാണെങ്കിലും എളാപ്പയാണെങ്കിലും മൂത്താപ്പയാണെങ്കിലും ഇതൊക്കെ തെറ്റാണ്, വല്യാപ്പ മൂത്താപ്പ ഇതൊന്നും നബി പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ അങ്ങനെ നിസ്കരിച്ച് നരകത്തുകൾ പോയിക്കോളി, പോയിക്കോളി, അങ്ങനെ നല്ല ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നണം നമുക്കൊരു സ്നേഹമുണ്ട്. നിങ്ങൾക്ക് അള്ളാൻ്റെ റസൂല് ദഅവത്ത് നടത്തിയിട്ട് കരയാണ്, കരഞ്ഞിട്ട് പ്രാർത്ഥിക്കണം അല്ലേ. അബൂജഹിൽ മുസ്ലിമായിരുന്നെങ്കിൽ, ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തിയിരുന്നെങ്കിൽ അല്ലേ. സൂറത്തു കഹ്ഫ് ഇറങ്ങുമ്പോൾ പരിഹസിക്കണം, ആളുകൾ പരിഹസിക്കുമ്പോഴും നബിക്ക് വശമാണ്, സങ്കടാണ്. എന്തിന് പരിഹസിക്കണോണ്ടല്ല പറയുന്നുണ്ട്, ഹദീസിൽ കാണാൻ എന്തിനാണ് നബി വിഷമിച്ചത്, നബിന്റെ മനസ്സ് തേങ്ങണത് എന്തിനാണ്? പരിഹസിക്കുന്ന ആളുകൾ അവർ പരിഹാസം വർദ്ധിക്കുന്തോറും അവർ സത്യത്തിൽ നിന്ന് അകന്നു പോകുകയാണല്ലോ എന്ന സങ്കടം കൊണ്ടാണ് നബിക്ക് മനസ്സിന് ഇടങ്ങേറുണ്ടായത്. അതാണ് ഒരു ദാഇയുടെ മനസ്സ്, ഒരു നസീഹത്തുള്ള ഒരാളുടെ മനസ്സതാണ്. എൻ്റെ വല്യാപ്പ, എൻ്റെ വല്യമ്മ, നമ്മളൊരാളോട് പറയുമ്പോൾ അങ്ങനെ പറയണം, അല്ലാതെ ആ നോമ്പോറ്റ് നരകത്തുകൾ പോയിക്കോ അങ്ങനല്ല സഹോദരങ്ങളെ നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ നസീഹത്ത് അത് അള്ളാൻ്റെ ദീനാണ്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു പെരീക്ക് നമ്മൾ ചോറുണ്ടാക്കി കാണ്ട് ഒരാളെ വിളിച്ചുമ്പോൾ നമ്മൾ എത്ര സ്നേഹത്തിന് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പെരയിൽ ഒന്നുമില്ല,
ഒന്നുമില്ല, ആകെ രണ്ട് ഈത്തപ്പഴവും ഒരു ഓറഞ്ചുള്ളി അതിങ്ങനെ തോലിച്ച് ഓരോ ഇല്ലിയാക്കി ചൊറുക്കിലിങ്ങനെ ഒരു പ്ലേറ്റിൽ വെച്ച് ഒന്നുമില്ലെങ്കിലും ആ നമ്മൾ പറച്ചില്ലൊരു ചൊറുക്കുണ്ടെങ്കിലും ആൾക്കാർ തിന്നുന്ന് ഓലെ പള്ളനറി നമ്മളെ വർത്താനം നമ്മളെ തിന്നു പോയി ഇച്ചും മാണ്ടി ഒരു ചോളം. അപ്പോൾ ഷുഗറാണെന്നൊക്കെ പറഞ്ഞാലും ഷുഗറൊക്കെ ആണെങ്കിലും ഇനി എനിക്കും മാണ്ടി നിങ്ങളൊരു ഇല്ലിയാണ് തിന്നി എന്ന് പറഞ്ഞ ആൾക്കാർ തിന്നും. അതൊരു സ്നേഹമാണ്. അപ്പോൾ വർത്താനം പറയുമ്പോൾ എന്താ പറയുക, ഇത് അള്ളാൻ്റെ ദീനാണ്. അള്ളാൻ്റെ ദീനിക്ക് ആളെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആണ്. നമ്മളൊരാളെ ദീനിൽ നിന്ന് അകറ്റാൻ നമ്മളെ വർത്താനം കാരണമാകരുത്. കാരണം പ്രവാചകന്മാർ ചെയ്ത പണിയാണ് നമ്മൾ എടുക്കുന്നത്. എത്ര നസീഹത്താണ്. യാ ഖൗം, മൂസാ നബി വിളിച്ച വിളിയുണ്ടല്ലോ ഖുർആനിൽ, യാ ഖൗം എന്നാ പറഞ്ഞത്, എൻ്റെ സമൂഹമേ. ആരാണ് സഹോദരങ്ങളെ? ആരാണ്? മന്നയും സെൽവയും ആകാശത്ത് നിന്ന് ഇറക്കി ചെങ്കടലിലെ പീഡനത്തിൽ നിന്ന് ഫിർഔനിനെ മുക്കി. ഇതൊക്കെ അവർ കാണുകയാണ്. മൂസാ നബിയുടെ അനുയായികൾ കാണുകയാണ്. എന്ത്? ചെങ്കടൽ മുമ്പിൽ ലോക്കായി നിൽക്കുകയാണ്, ചെങ്കടൽ പിളരാണ്. മൂസാ നബി കടന്നു പോവുകയാണ്, ഫിർഔന് മുങ്ങിച്ചാകുകയാണ്. എന്നിട്ട് ഒരു പിന്നെ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. ഭക്ഷണമല്ല, മന്നയും സൽവയും സമയമാകുമ്പോൾ ഇറങ്ങി വരികയാണ്. മൂസാ നബി തൗറാത്ത് വാങ്ങാൻ വേണ്ടി സീനാപർവ്വതം 40 ദിവസം മാറി നിൽക്കാൻ പറഞ്ഞു പടച്ചോൻ. മാറി നിന്ന് തിരിച്ചു വന്നപ്പം കാണുന്നത് എന്താ? ഞങ്ങള് പെണ്ണുങ്ങളെ മേത്തുണ്ടായിരുന്ന മുഴുവൻ പണ്ടങ്ങളും സാമിരി ഉരുക്കി പശുക്കുട്ടിനെ ഉണ്ടാക്കിയേക്കാണ്, സ്വർണത്തിന്റെ പശുക്കുട്ടിനെ. എന്നിട്ട് ആ പശുക്കുട്ടിന് മുമ്പിൽ പൂജിക്കണവര്. ആരാണവര്? ഇതൊക്കെ ഈ പ്രതിഭാസങ്ങൾ മുഴുവൻ കണ്ട മൂസാ നബിന്റെ കൗമാണ് ഈ തോന്നിയാസം കാട്ടുന്നത്. എന്നിട്ടും മൂസാ നബി വിളിച്ചൊരു വിളിയുണ്ട്, യാ ഖൗം, എന്റെ സമൂഹമേന്നാ വിളിച്ച്. നിങ്ങളെ പോയി ചത്താളിയാണെന്നല്ല പറഞ്ഞ്. യാക്കോം, അത് പ്രവാചകന്മാർ ചെയ്ത പണിയാണ്. അത്രയും നസീഹത്തോടെയാണ് ഖുർആനിലെ ഓരോ പ്രവാചകന്മാരും സമൂഹത്തെ വിളി. യാ അബത്തി, എൻ്റെ പൊന്നു പിതാവ് എന്ന ഇബ്രാഹിം നബിയുടെ വിളിയുണ്ട്. അതൊക്കെ ദഅവത്ത് നടത്തുന്നവരുടെ നസീഹത്താണ് സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്. അതുകൊണ്ട് ദഅവത്ത് നടത്തുമ്പോൾ നമ്മൾ സത്യത്തിൻ്റെ ആളാണ് വിചാരിച്ചുകൊണ്ട് പറയുന്നത് ഭയങ്കര അങ്ങോട്ട് ഓവറാക്കി പറയാൻ പാടില്ല, നശിപ്പിച്ച് പറയാൻ പാടില്ല. പറയുമ്പം അങ്ങേയറ്റത്തെ അന്നെ വിനയത്തോടുകൂടി, അതാണ് പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ. അങ്ങേയറ്റത്തെ ഇവരൊക്കെ മാറണം, ഇവരൊക്കെ സത്യം മനസ്സിലാക്കണം, ഈ മാർഗത്തിൽ നിന്ന് മാറിപ്പോകണം, രക്ഷപ്പെടണം എന്നാഗ്രഹിച്ച പ്രാർത്ഥനാ നിർഭരമായ മനസ്സോട് അങ്ങേയറ്റത്തെ നസീഹത്തോടു കൂടിയാണ് ഉപദേശങ്ങൾ നടത്തേണ്ടത് എന്ന് ഈ സന്ദർഭവശാൽ സൂചിപ്പിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.